നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സ്വകാര്യ മേഖലയിലേതുപോലെ മികച്ച സൗകര്യങ്ങൾ ഒരുക്കി സർക്കാർ ആശുപത്രികളെയും മികവിന്റെ കേന്ദ്രങ്ങളാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുവാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ലബീബ് ഹസന്റെ നേതൃത്വത്തിൽ മന്ത്രിക്ക് നിവേദനം നൽകി. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരദാനം ജൂൺ 20 ശനിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങ് സംസ്ഥാന യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനേഷ് ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ കാർ ബൈക്കിലിടിച്ച് പരിക്കേറ്റ യുവാവ് മരിച്ചു. ആദൂർ കാരേങ്ങൽ 24 വയസ്സുള്ള മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. ഹാഷിമിന്റെ ഭാര്യ എരുമപ്പെട്ടി സ്വദേശി 20 വയസ്സുള്ള സിയ മൈമുന ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ. വേലൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഗൃഹനാഥനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന കേസിൽ 3 യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കവർച്ച നടന്നത് വേലൂർ ചിറ്റാടൻ ജിജുവിന്റെ വീട്ടിൽ. ദുരന്തം വെളിപ്പാടകലെ ചാവക്കാട് 10 ലക്ഷം ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിൽ. ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. അതീവ അപകടാവസ്ഥയിലുള്ളത് കോൺക്രീറ്റ് ബീമുകൾ ദ്രവിച്ച് അടർന്നുപോയ ജല അതോറിറ്റിയുടെ 10 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള കൂറ്റൻ വാട്ടർ ടാങ്ക്. വാർത്തകൾ വിശദമായി. സ്വകാര്യ മേഖലയിലേതുപോലെ മികച്ച സൗകര്യങ്ങൾ ഒരുക്കി സർക്കാർ ആശുപത്രികളെയും മികവിന്റെ കേന്ദ്രങ്ങളാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കുന്നംകുളം യൂണിറ്റി ഹോസ്പിറ്റലിൽ അത്യാധുനിക MRI സ്കാൻ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് പലപ്പോഴും അസൗകര്യങ്ങൾക്ക് കാരണമാകാറുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റങ്ങളുണ്ട്. സർക്കാർ ആശുപത്രികളെ അപേക്ഷിച്ച് സ്വകാര്യ ആശുപത്രികളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന സാഹചര്യമുണ്ട്. മികച്ച സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് സർക്കാർ ആശുപത്രികളെയും ഈ രീതിയിൽ സ്വകാര്യ മേഖലയോടൊപ്പം ഉയർത്തുക എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പല സ്വകാര്യ ആശുപത്രികളും സംസ്ഥാനത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാലൊരു സർക്കാർ മേഖലയെ സംബന്ധിച്ച്, സർക്കാർ ആശുപത്രിയെ സംബന്ധിച്ചൊരു പ്രയാസം നമുക്കറിയാം. ഒരു സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ BPLകാർക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റാണ്. മറ്റു പല ആനുകൂല്യങ്ങൾ, സാമ്പത്തികമായി ഏറ്റവും പുറകിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ. ആ കാരണം കൊണ്ട് തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയേക്കാൾ എത്രയോ ഇരട്ടിയാണ് സർക്കാർ ആശുപത്രിയിൽ. അപ്പം അങ്ങനെ രോഗികളുടെ എണ്ണം കൂടുമ്പോൾ ഒരു പക്ഷേ ചില അസൗകര്യങ്ങൾ സർക്കാർ ആശുപത്രി. ഇപ്പോൾ ഞങ്ങളൊക്കെ ലക്ഷ്യമിടുന്നൊരു കാര്യം, സ്വകാര്യ ആശുപത്രിയിൽ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. ഒരുപാട് സ്വകാര്യ ആശുപത്രികൾ നല്ല കാര്യം ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിന് സർക്കാർ NOC കൊടുക്കുന്നതിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഒരു കോടതി വരുവാണ്. അപ്പോൾ സ്വകാര്യ മേഖലയോടൊപ്പം ഓടിയെത്തുക എന്നുള്ളതാണ് സർക്കാർ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. യൂണിറ്റി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ PK വിജയകുമാർ IRS ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം MLA AC മൊയ്തീൻ മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, മുൻ MLA TV ചന്ദ്രമോഹൻ, കൗൺസിലർ ലബീബ് ഹസൻ, മെഡിക്കൽ സൂപ്രണ്ട് ജോഷി തോമസ്, ചീഫ് റേഡിയോളജിസ്റ്റ് ഡോക്ടർ അനീഷ് പുലിക്കോട്ടിൽ, ചീഫ് ലൈസൺ ഓഫീസർ ഡോക്ടർ സുശാന്ത്, ജിജോ വർഗീസ്, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റി ഹോസ്പിറ്റലും ജീവൻ ഹെൽത്ത് കെയറും സംയുക്തമായി ഒരുക്കിയ 1.5 ടെസ്ല MRI സ്കാൻ യൂണിറ്റിന്റെ പ്രവർത്തനമാണ് ആരംഭിച്ചത്. യൂണിറ്റി ഹോസ്പിറ്റൽ പരിസരത്തെ ഡോക്ടർ RM വർമ്മ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ അത്യാധുനിക സംവിധാനത്തിന്റെ ഉദ്ഘാടനമാണ് ആരോഗ്യമന്ത്രി നിർവഹിച്ചത്. സീമെൻസ് മാഗ്നറ്റോ എസെൻസ സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ മെഷീൻ AI നിയന്ത്രണങ്ങളോടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. രോഗികൾക്ക് വേഗമേറിയതും വ്യക്തവുമായ പരിശോധനാ ഫലങ്ങളും കൂടുതൽ സുഖകരമായ ചികിത്സാ അനുഭവവും ഇതിലൂടെ ലഭ്യമാകും. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും തസ്തികകൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ലബീബ് ഹസന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന് നിവേദനം നൽകി. പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ മുൻപായി താലൂക്ക് ആശുപത്രിയിലെ സ്റ്റാഫ് പാറ്റേണിൽ ആവശ്യമായ മാറ്റങ്ങൾ
വരുത്തുമെന്നും താൽക്കാലിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ആവശ്യമായ മാറ്റങ്ങളെക്കുറിച്ച് നടപടികൾ സ്വീകരിക്കാൻ വകുപ്പ് തല നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, കൗൺസിലർ ബീന ബാബു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ കാർ ബൈക്കിലിടിച്ച് പരിക്കേറ്റ യുവാവ് മരിച്ചു. ആദൂർ കാരങ്കിൽ 24 വയസ്സുള്ള മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. ഹാഷിമിന്റെ ഭാര്യ എരുമപ്പെട്ടി സ്വദേശി 20 വയസ്സുള്ള സിയ മൈമുന ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ പാഴിയോട്ടുമുറി പാത്രമംഗലം റോഡിന് സമീപമാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും അമിത വേഗത്തിൽ വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിലേക്ക് സഞ്ചരിച്ച് എതിരെ വന്നിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ദമ്പതികൾ അകലേക്ക് തെറിച്ചു വീണു. തുടയെല്ല് തകർന്ന ഹാഷിം തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 2:30 മരിക്കുകയായിരുന്നു. ഹാഷിമിന്റെ കാൽ ശസ്ത്രക്രിയയിലൂടെ മുറിച്ചു മാറ്റിയിരുന്നു. സിയ മൈമൂനയുടെ കൈകാലുകളുടെ എല്ലുകൾക്കും ഇടുപ്പെല്ലിനും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി ചികിത്സയിലാണ്. 2 വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. എരുമപ്പെട്ടിയിലെ ഭാര്യ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. അടുത്ത ദിവസം ദുബായിലേക്ക് ജോലിക്ക് പോകാനിരിക്കുകയായിരുന്നു ഹാഷിം. വേലൂരിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി ഗൃഹനാഥനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണവും പണവും കവർന്ന കേസിൽ 3 യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വേലൂർ ചിറ്റാടൻ ജിജുവിന്റെ വീട്ടിലാണ് പ്രതികൾ കവർച്ച നടത്തിയത്. വടക്കാഞ്ചേരി തെക്കുംകര സ്വദേശികളായ അച്ചിങ്ങര വീട്ടിൽ 18 വയസ്സുള്ള കൃഷ്ണദേവ്, അരയപ്പറമ്പിൽ 18 വയസ്സുള്ള യാദവ് കൃഷ്ണ, ഇരട്ടക്കുളങ്ങര പുതുപറമ്പിൽ 18 വയസ്സുള്ള വിഷ്ണു പി നായർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയും കേസിൽ പ്രതിയാണ്. ബുധനാഴ്ച 12 മണിയോടെയാണ് സംഭവം. പരാതിക്കാരൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ആയുധങ്ങളുമായി കയറിയ പ്രതികൾ ഇയാളെ മർദ്ദിച്ച് കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി കഴുത്തിൽ കിടന്നിരുന്ന 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുക്കുകയും 5000 രൂപ ബലമായി ഗൂഗിൾ പേ വഴി പ്രതികളിൽ ഒരാൾക്ക് അയപ്പിക്കുകയും മേശയിലുണ്ടായിരുന്ന 2500 രൂപയും ഐഫോണും കവരുകയുമായിരുന്നു. 2 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടതായി പരാതിക്കാരൻ പറയുന്നു. സംഭവ സമയത്ത് ജിജു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ജിജുവിനെ വിവസ്ത്രനാക്കി മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുകയും മോഷണ വിവരം പുറത്തറിയിച്ചാൽ ഫോട്ടോ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും പറയുന്നു. ജിജുവിന്റെ ശരീരത്തിൽ കത്തി കൊണ്ട് വരഞ്ഞ് മുറിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരദാനം ജൂൺ 20 ശനിയാഴ്ച കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഓഡിറ്റോറിയത്തിൽ നടക്കും. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകി ആദരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങാണ് ഈ വരുന്ന 20-ാം തീയതി ശനിയാഴ്ച കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്നത്. പിന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി OJ ജനീഷാണ്. അതിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത് നമ്മുടെ സ്ഥലം MLA AC മൊയ്തീൻ അവറുകളാണ്. പിന്നെ അതിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ MLA-മാരും പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ തൃത്താല MLA, അതുപോലെ പ്രദീപ്, മണലൂർ MLA, ഗുരുവായൂർ MLA ഒക്കെ നമ്മൾ അതിലവർ ഈ നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മികച്ച പഠന നിലവാരം പുലർത്തിയ നിർധന കുടുംബത്തിലെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്യും. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായ ഡോക്ടർ CJ ജോസ്, ഡോക്ടർ റാണി മേനോൻ, സദനം രാമൻകുട്ടി നായർ, ശിവദാസൻ ചിത്രാമ്പരി, രജനി മുരളി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. മികച്ച യുവ സംരംഭകനായ NJ അനൂപിനെ സംരംഭകമിത്ര പുരസ്കാരം നൽകിയും അപകടങ്ങളിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവിതം ഉഴിഞ്ഞുവെച്ച ആംബുലൻസ് ഡ്രൈവർ PM ഷെരീഫിനെ കാരുണ്യമിത്ര പുരസ്കാരം നൽകിയും ആദരിക്കും. വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥി പ്രതിഭകളായ CG അമ്പിളി, തപസ്യ സുനീഷ് എന്നിവർക്ക് പ്രതിഭാ പുരസ്കാരവും സമ്മാനിക്കും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ, പിന്നണി ഗായിക നിത്യ മാമൻ, 24 ന്യൂസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം എന്നിവർ മുഖ്യാതിഥികളാകും.
MLA-മാരായ UR പ്രദീപ് +2 പുരസ്കാര വിതരണവും VT ബൽറാം SSLC പുരസ്കാരദാനവും NK അക്ബർ സ്കോളർഷിപ്പ് വിതരണവും ഉദ്ഘാടനം ചെയ്യും. കാരുണ്യമിത്ര പുരസ്കാരം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സമ്മാനിക്കും. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിക്കും. ചടങ്ങിന് മുന്നോടിയായി മ്യൂസിക് ഫ്യൂഷനും ഉണ്ടാകും. ചടങ്ങ് CCTV-യിലൂടെയും ജില്ലാ വ്യാപകമായി TCV ഉത്സവ് ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ചെയർമാൻ KR അനന്തരാമൻ, ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ് എന്നിവർ പങ്കെടുത്തു. പഴഞ്ഞി പെരുന്തുരുത്തിയിൽ നിന്ന് കാണാതായ 84-കാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എലാഞ്ചേരി വീട്ടിൽ വേലപ്പന്റെ മകൾ കൗസല്യയാണ് വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 6:30-യോടെ കൗസല്യയെ വീട്ടിൽ നിന്ന് കാണാതായതിനെ തുടർന്ന് സഹോദരൻ രാഘവൻ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെ ഇന്നുച്ചയ്ക്ക് 12 മണിയോടെ വീടിന് സമീപത്തെ ആൾമറയില്ലാത്ത കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SR സനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ചാവക്കാട് പുന്നയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ നിന്ന് വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റ സംഭവം പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. കഴിഞ്ഞ ദിവസമാണ് പുന്ന ചിങ്ങനാത്ത റോഡിൽ KSEB സബ്സ്റ്റേഷന് സമീപം റോഡിലെ വെള്ളക്കെട്ടിൽ നിന്ന് വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റത്. ഇതോടെ ഇതുവഴി പുന്നയിലേക്ക് കാൽനടയായി സഞ്ചരിക്കാൻ വിദ്യാർത്ഥികളും നാട്ടുകാരും ഭയപ്പെടുന്ന സ്ഥിതിയാണ്. ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ തുടങ്ങിയിട്ടും നാളുകളേറെയായി കാന നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. വിഷയം സംബന്ധിച്ച് നിരവധി തവണ നഗരസഭയിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി MB സുധീർ പറഞ്ഞു. ജനവാസ മേഖല കൂടിയായി ഇവിടെ നിരവധി പേരാണ് കാൽനടയായി സഞ്ചരിക്കുന്നത്. എത്രയും വേഗം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസറുടെ കീഴിൽ കാർഷിക വിജ്ഞാന വികസന വിപണന കേന്ദ്രം ആരംഭിച്ചു. പോർക്കുളം പഞ്ചായത്തിലെ അക്കിക്കാവിൽ ആരംഭിച്ച കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമി അധ്യക്ഷത വഹിച്ചു. ഫാർമർ എക്സ്റ്റൻഷൻ ഓർഗനൈസേഷനും ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനും ചേർന്നാണ് കാർഷിക വിജ്ഞാന വികസന വിപണന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുക, ആവശ്യമായ സാങ്കേതിക വിജ്ഞാനം ഉറപ്പുവരുത്തുക, കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ആത്മ BFC ചെയർമാൻ M ബാലാജി, ജില്ലാ പഞ്ചായത്ത് അംഗം MB പ്രശാന്ത്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയ ജോസഫ്, പോർക്കുളം കൃഷി ഓഫീസർ സുഷ്ന തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ചരമവാർഷികം ആചരിച്ചു. ചാവക്കാട് ടൗണിൽ അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ചേർന്ന അനുസ്മരണം DCC ജനറൽ സെക്രട്ടറി CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി വാസു കോട്ടോൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർമാരായ ചന്ദ്ര രാമകൃഷ്ണൻ, AV ഉണ്ണികൃഷ്ണൻ, ചാവക്കാട് നഗരസഭാ കൗൺസിലർ TS സനൂപ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ്, K നവാസ്, മോഹൻദാസ് ചേൽനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകാർക്ക് തണലും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതുമായ ഉപ്പുങ്ങലിലെ പഴക്കമുള്ള ആൽമരം ഉണക്കിക്കളയുവാൻ സ്വകാര്യ വ്യക്തി ശ്രമിച്ചതായി ആക്ഷേപം. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് മരത്തിന്റെ വേരുകൾ മുറിച്ചു മാറ്റിയിട്ടുള്ളത്. ഉപ്പുങ്ങൽ കോൾപ്പടവിന് സമീപത്തെ ആൽമരത്തിന്റെ വേരുകളാണ് മുറിച്ചുമാറ്റിയെന്ന ആക്ഷേപമുയർന്നത്. ഇവിടെ മതിൽ കെട്ടുന്നതിന് വേണ്ടിയാണ് മരത്തിന്റെ വേരുകൾ മുറിച്ചിട്ടുള്ളത്. നാട്ടുകാരും കർഷകരും ആൽമരം ഒഴിവാക്കി മതിൽ കെട്ടുവാൻ നിർദ്ദേശിച്ചെങ്കിലും സ്വകാര്യ വ്യക്തി ആലിന് സമീപം തന്നെ മരത്തിന്റെ വേരെറുത്ത് തറ കീറുകയാണുണ്ടായത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവ് നൽകി. ആൽമരം നിൽക്കുന്ന 30 സെന്റ് ഭൂമി മറ്റൊരു സ്വകാര്യ വ്യക്തിയുടേതാണെങ്കിലും കൃഷി അനുബന്ധ ആവശ്യങ്ങൾക്കായി വർഷങ്ങൾക്ക് മുമ്പ് നീക്കിവെച്ചതാണെന്ന് പറയപ്പെടുന്നു. ബണ്ട് നിർമ്മാണത്തിനുള്ള മണ്ണും മറ്റും അനുബന്ധ സാധനങ്ങളും നിക്ഷേപിച്ചിരുന്നത് പൊന്നേക്കാരൻ ഭൂമി എന്നറിയപ്പെടുന്ന ഈ പറമ്പിലാണ്. അടുത്തിടെ കൃഷി കമ്മിറ്റിയും വസ്തുവിന്റെ അതിർത്തി പങ്കിടുന്ന വ്യക്തിയും തമ്മിൽ അതിർത്തി തർക്കത്തെ തുടർന്ന് വസ്തു അളന്ന് കോൺക്രീറ്റ് കൽ കുത്തിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ റെസ്റ്റോറന്റ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ആലിന്റെ വേരുകൾ മുറിച്ചത്. എന്നാൽ വർഷങ്ങൾ പഴക്കമുള്ള ആൽമരത്തെ ഇല്ലാതാക്കാനാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചുറ്റുഭാഗത്തെ വേരുകൾ മുറിച്ചതെന്നും മരം ഇല്ലാതാക്കുവാൻ നടത്തുന്ന ശ്രമമാണെന്നും കർഷകരും നാട്ടുകാരും പറയുന്നു. അതേസമയം തന്റെ ഭൂമിയിലേക്ക് അതിക്രമിച്ചു കയറി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ സ്വകാര്യ വ്യക്തി 2 പേർക്കെതിരെ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി.
+2-നും SSLC-ക്കും 100 മേനി കൊയ്ത തലക്കോട്ടുകര CC ഇംഗ്ലീഷ് സ്കൂളിന് അഭിനന്ദനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അനുമോദനത്തിനായി എത്തിയ കേന്ദ്രമന്ത്രിയും പ്രശസ്ത സിനിമാ താരവുമായ സുരേഷ് ഗോപി MP-ക്ക് ആവേശോജ്വല സ്വീകരണം വിദ്യാലയത്തിൽ നൽകി. കുന്നംകുളം ഉപജില്ലയിൽ 12ാം ക്ലാസ് പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച ഏക വിദ്യാലയമെന്ന ബഹുമതി അസീസിക്ക് മാത്രം സ്വന്തമാണ്. ഈ വിജയാഹ്ലാദത്തിന് ഇരട്ടി മധുരം പകരുന്നതാണ് കേന്ദ്രമന്ത്രിയുടെ സ്കൂൾ സന്ദർശനം. മികച്ച അക്കാദമിക നേട്ടത്തിന് നേതൃത്വം നൽകിയ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാൻഡി ജോസഫിനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ സെലിൻ ജോസഫ്, അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCTV ന്യൂസ് ഇമ്പാക്ട്. ഒടുവിൽ അധികൃതർ കണ്ണു തുറന്നു. 1 മാസത്തോളമായി തകർന്നു കിടന്നിരുന്ന സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിന് മുൻപിലെ റോഡിൽ ഒടുവിൽ അധികൃതരുടെ നടപടി. പൈപ്പ് പൊട്ടി വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ അപകടക്കെണിയായി മാറിയ റോഡ് CCTV വാർത്തയെ തുടർന്ന് താൽക്കാലികമായി മണ്ണിട്ടടച്ചു. കഴിഞ്ഞ മെയ് 21-നാണ് ഈ റോഡിലെ പൈപ്പ് പൊട്ടിയ വിവരം നാട്ടുകാർ ജല അതോറിറ്റിയെ അറിയിച്ചത്. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല. CCTV നേരത്തെ 2 തവണ വാർത്ത നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഇന്നലെ വീണ്ടും വാർത്ത നൽകിയതോടുകൂടിയാണ് അധികൃതർ സ്ഥലത്തെത്തി കുഴികൾ മണ്ണിട്ടടച്ചത്. റോഡ് താൽക്കാലികമായി ഗതാഗതയോഗ്യമാക്കിയിട്ടുണ്ടെങ്കിലും കുഴികൾക്ക് മുകളിലിട്ട മണ്ണും ചരലും ഇപ്പോഴും റോഡിൽ ചിതറിക്കിടക്കുകയാണ്. ഇത് ഇരുചക്രവാഹന യാത്രികർക്ക് വീണ്ടും അപകട ഭീഷണിയായി തുടരുകയാണ്. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലേക്കുള്ള പ്രധാന വഴിയാണ് ഇത്. രോഗികളുമായി വരുന്ന ആംബുലൻസുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. കൂടാതെ സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനായി എത്തിച്ചേരുന്ന കുട്ടികളും പ്രഭാത സവാരിക്കാരും ഈ റോഡിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. താൽക്കാലിക പരിഹാരങ്ങൾക്കപ്പുറം റോഡിലെ പൈപ്പ് ചോർച്ച പൂർണ്ണമായി പരിഹരിച്ച് ടാറിംഗ് നടത്തി ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേച്ചേരി തൂവാനൂർ പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് 6 പേർക്ക് പരിക്ക്. മലപ്പുറം ചെമ്മാട് സ്വദേശികളായ 6 പേർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 12:40 അപകടം. കാർ യാത്രികരായ മലപ്പുറം ചെമ്മാട് സ്വദേശികൾ അരീക്കോടൻ വീട്ടിൽ സെയ്തലവിയുടെ മക്കൾ ഷെരീഫ്, മുനീസ്, താഴേപ്പുരയ്ക്കൽ വീട്ടിൽ മുഹമ്മദ് അലി മകൻ ഫഹനാസ്, കൃഷ്ണപ്പറമ്പൻ വീട്ടിൽ ലത്തീഫ് മകൻ അഫ്സൽ, ചോനാരി വീട്ടിൽ കോയ മകൻ മുഹമ്മദ് ഫവാസ്, ഉള്ളാട്ട് വീട്ടിൽ അസീസ് മകൻ അബ്ദുൽ വാഹിദ് എന്നിവർക്കാണ് പരിക്ക്. ഇവരെ കേച്ചേരി എക്സ് പ്രവർത്തകർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദുരന്തം വെളിപ്പാടകലെ. ചാവക്കാട് 10 ലക്ഷം ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിൽ. ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. കോൺക്രീറ്റ് ബീമുകൾ ദ്രവിച്ചടർന്നുപോയി ജല അതോറിറ്റിയുടെ 10 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള കൂറ്റൻ വാട്ടർ ടാങ്കാണ് അതീവ അപകടാവസ്ഥയിലുള്ളത്. ചാവക്കാട് അനു ഗ്യാസിന് സമീപം സഹകരണ റോഡിലുള്ള ജല അതോറിറ്റിയുടെ ടാങ്കാണ് നാട്ടുകാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ്. ടാങ്കിന്റെ പ്രധാന പില്ലറുകളെയും ബീമുകളെയും ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് ഭാഗങ്ങൾ പൂർണ്ണമായി ദ്രവിച്ച സിമന്റ് അടർന്നുപോയി കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ്. ജനവാസ മേഖലയായ ഇവിടെ ഒരു കോളേജും പ്രവർത്തിക്കുന്നുണ്ട്. ടാങ്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയൊരു ദുരന്തത്തിനും വൻ നാശനഷ്ടങ്ങൾക്കും കാരണമാകുമെന്ന ആശങ്കയിലാണ് പരിസരവാസികൾ. വലിയൊരു ദുരന്തം സംഭവിച്ച ശേഷം മാത്രം കണ്ണു തുറക്കുന്ന അധികാരികളുടെ പതിവ് രീതി ഇവിടെയും ആവർത്തിക്കരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസിയായ TP താജുദ്ദീൻ 1 വർഷമായി അധികൃതർക്ക് നിരന്തരം പരാതി നൽകുകയാണ്. 2025 ജൂണിൽ അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിക്കും ഗുരുവായൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും തൃശൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും സബ് കളക്ടർക്കും ദൃശ്യങ്ങൾ സഹിതം രേഖാമൂലം പരാതി നൽകിയിരുന്നു. ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ടാങ്കിന്റെ അപകടാവസ്ഥ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തുവെങ്കിലും ആവശ്യമായ നടപടികൾ ഉണ്ടായില്ലെന്ന് താജുദ്ദീൻ പറഞ്ഞു. ടാങ്കിന്റെ ഗുരുതരാവസ്ഥ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടും പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി നടപടിയെടുക്കാതെ ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത് എന്നാണ് ആക്ഷേപം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള തണുപ്പൻ പ്രതികരണത്തെ തുടർന്ന് മുഖ്യമന്ത്രി VD സതീശനും ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിനും കഴിഞ്ഞ ദിവസം താജുദ്ദീൻ വീണ്ടും പരാതി നൽകി. സംഭവം ഗൌരവമായി എടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുടർ നടപടികൾക്കായി പരാതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കൈമാറിയതായി ഔദ്യോഗിക അറിയിപ്പ് പരാതിക്കാരന് ലഭിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിച്ചിരിക്കുന്ന ഈ കൂറ്റൻ ടാങ്കിന്റെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർത്ത് ജനങ്ങളുടെ ഭീതി അകറ്റാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പന്നിത്തടത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോയാത്രക്കാരായ 4 പേർക്ക് പരിക്കേറ്റു. കടങ്ങോട് സ്വദേശികളായ 50 വയസ്സുള്ള ബിജു, 40 വയസ്സുള്ള ജിജി, 53 വയസ്സുള്ള സുരേഷ്, 21 വയസ്സുള്ള കാവ്യ എന്നിവർക്കാണ് പരിക്ക്. ഇന്ന് രാവിലെ 6:30 അപകടം. പരിക്കേറ്റവരെ യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
CPIM സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ കുന്നംകുളം ഏരിയ തല ഉദ്ഘാടനം വിപുലമാക്കാനായി 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. പെരുമ്പിലാവിലെ കർഷകനായ അസീസിന്റെ വസതിയിൽ കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി KB ജയൻ ഉദ്ഘാടനം ചെയ്തു. സംയോജിത കൃഷിയുടെ ഏരിയ തല ഉദ്ഘാടനം ജൂൺ 23-ന് പെരുമ്പിലാവിൽ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി നിർവഹിക്കും. ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ 30 ക്ലസ്റ്ററുകളായിട്ടാണ് കൃഷി ഇറക്കുന്നത്. സംഘാടക സമിതി ചെയർമാനായി കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മനെ തെരഞ്ഞെടുത്തു. കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം പത്മം വേണുഗോപാൽ, കടവലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KE സുധീർ, അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് സലിം, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ദീർഘവീക്ഷണമില്ലാതെ തുടങ്ങിവെച്ച ചാലിശ്ശേരി പട്ടാമ്പി സംസ്ഥാന പാതയിൽ അശാസ്ത്രീയമായി നടക്കുന്ന റോഡ് പണി മൂലം ജനങ്ങൾ ദുരിതക്കയത്തിലായിരിക്കുകയാണെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ UDF ചാലിശ്ശേരി പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴക്കാലം ആരംഭിച്ചതോടെ കൂറ്റനാട് പള്ളി പരിസരത്തും റോഡിന്റെ മറ്റു പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് മൂലം വലിയ വാഹനങ്ങൾക്ക് മാത്രമല്ല ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനട യാത്രികർക്കും യാത്ര അത്യന്തം ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും CV ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടു. PP ഓഡിറ്റോറിയത്തിൽ ചേർന്ന കൺവെൻഷനിൽ UDF ചാലിശ്ശേരി മണ്ഡലം ചെയർമാൻ സേതു മംഗലത്ത് അധ്യക്ഷത വഹിച്ചു. കൺവെൻഷനിൽ തൃത്താല MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട VT ബൽറാമിനെ സ്നേഹോഷ്മളമായ സ്വീകരണം നൽകി. DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, UDF തൃത്താല നിയോജക മണ്ഡലം കൺവീനർ SMK തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാവ മാളിയക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. UDF മണ്ഡലം കൺവീനർ റസാഖ് പുളിയഞ്ഞാലിൽ സ്വാഗതവും കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി നന്ദിയും പറഞ്ഞു. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ഓഫീസ് ക്ലർക്ക് സംഗീതയ്ക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ താലൂക്ക് പ്രസിഡന്റ് NB ബിജു അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് NV ബിജു ഉപഹാരം കൈമാറി. ചടങ്ങിൽ സെക്രട്ടറി വത്സൻ പാറനൂർ, വൈസ് പ്രസിഡന്റ് ഓമന ബാബു, ജോയിന്റ് സെക്രട്ടറി T രാജഗോപാൽ, താലൂക്ക് കൗൺസിലർ ഡെന്നിസ് മങ്ങാട് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും ജൂലൈ 8 മുതൽ ആരംഭിക്കും. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. ജൂലൈ 8 ബുധനാഴ്ച മുതൽ 18 ശനിയാഴ്ച വരെയാണ് ചടങ്ങുകൾ നടക്കുക. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. പ്രധാനപ്പെട്ട പുനഃപ്രതിഷ്ഠാ ചടങ്ങ് ജൂലൈ 15 ബുധനാഴ്ച രാവിലെ 6:46-നും 7:21-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ നടക്കും. ചടങ്ങിന്റെ വിജയകരമായ നടത്തിപ്പിനായി ഗുരുവായൂർ ദേവസ്വം ഭരണാധികാരികൾ കുന്നംകുളം തലക്കോട്ടുകര ക്ഷേത്രസമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ചയിൽ ക്ഷേത്രം തന്ത്രിമാരായ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരി, ഗുരുവായൂർ ദേവസ്വം മാനേജർ സുരേഷ്, ദേവസ്വം ഇൻസ്പെക്ടർ എബിൻ, തലക്കോട്ടുകര ക്ഷേത്രം ശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രക്ഷേമസമിതി പ്രസിഡന്റ് സുനിൽ PK, സെക്രട്ടറി സജീവ് TR, ട്രഷറർ മാധവ മേനോൻ, ക്ഷേത്രം ജീവനക്കാർ, ക്ഷേത്രക്ഷേമസമിതി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നവീകരണ കലശവും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളിലും എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ക്ഷേത്ര ഭരണസമിതിയും ദേവസ്വവും അഭ്യർത്ഥിച്ചു. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സ്നേഹാദരം. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ വിദ്യാലയങ്ങളെ അനുമോദിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. വിദ്യാഭ്യാസ മികവിനൊപ്പം മൂല്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്ന വിദ്യാലയത്തെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. 2026-27 അധ്യയന വർഷത്തിൽ വിദ്യാലയത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന 14 ക്ലബ്ബുകളുടെ ഉദ്ഘാടനം സുരേഷ് ഗോപി നിർവഹിച്ചു. വിദ്യാലയത്തിന്റെ വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നിവേദനം പ്രധാന അധ്യാപിക ഷൈനി ടീച്ചർ, സ്കൂളിന്റെ ലോക്കൽ മാനേജർ സിസ്റ്റർ ശുഭ ചാക്കോ, PTA പ്രസിഡന്റ് AK ഷക്കീർ, സ്കൂൾ ലീഡർ MB ദിയ എന്നിവർ ചേർന്ന് മന്ത്രിക്ക് കൈമാറി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. തുടർന്ന് ലഹരിക്കെതിരെ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച തൂഫാൻ ഷൂട്ടൌട്ടിൽ ഗോളുകളടിച്ച് സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മേഖലയിലെ മറ്റ് വിദ്യാലയങ്ങളിലും കേന്ദ്രമന്ത്രി സന്ദർശനം നടത്തി. പുന്നിയൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതി നടപ്പിലാക്കിയിരുന്ന ക്ലീൻ പുന്നിയൂർ പദ്ധതി നിലച്ചു എന്നത് വ്യാജ പ്രചരണമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം. കഴിഞ്ഞ ഭരണസമിതി പുന്നിയൂരിനെ മാലിന്യം തള്ളുവാനുള്ള ഇടമാക്കി മാറ്റിയെന്നും പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതി 2023-ലാണ് ക്ലീൻ പുന്നയൂർ പദ്ധതി 6 വനിതാ തൊഴിലാളികളുമായി നടത്തിയിരുന്നത്.
ഇതിൽ അപാകതകളേറെ ഉണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും അതാത് സമയങ്ങളിൽ എത്തിപ്പെടാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന ആക്ഷേപം വരികയും 4 ജീവനക്കാരികൾ ആരോഗ്യപ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയും ചെയ്തതോടെയാണ് പഞ്ചായത്ത് യോഗം പുതിയ രൂപത്തിലേക്ക് ക്ലീൻ പുന്നയൂരിനെ മാറ്റാൻ ശ്രമിച്ചത്. എല്ലാ വാർഡുകളിലും മാസത്തിലൊരിക്കലെങ്കിലും ഈ മേഖലയിലെ ജീവനക്കാർ എത്തി ശുചീകരണ പ്രവൃത്തികൾ നടത്തുവാനുള്ള തരത്തിലേക്ക് പദ്ധതിയെ മാറ്റുവാനാണ് പഞ്ചായത്ത് യോഗം ചേർന്ന് തീരുമാനിച്ചത്. ഇത് പേരിലും പ്രവൃത്തിയിലും മാറ്റങ്ങൾ വരുത്തും എന്നത് വാസ്തവമാണ് എന്നും റസ്ല റഹീം പറഞ്ഞു. ക്ലീൻ പുന്നയൂർ എന്ന പദ്ധതി നിർത്തലാക്കി എന്നുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വെറും വ്യാജ പ്രചരണം മാത്രമാണ്. കാരണം ഇത് ക്ലീൻ പുന്നയൂർ എന്നുള്ള ഒരു പദ്ധതിക്കല്ല അംഗീകാരം കിട്ടിയിട്ടുള്ളത്, ശുചിത്വം എന്നുള്ള ഒരു പദ്ധതിക്കാണ്. മാത്രമല്ല 6 മാസത്തിൽ ഒരിക്കലൊക്കെയാണ് ഈ 22 വാർഡുകളിലും ഇവർ എത്തിപ്പെടുന്നത്. ആയതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പദ്ധതിയെ നിർത്തലാക്കാനോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശമില്ല. പക്ഷേ ഇതിലും കൂടുതൽ ഒരു വിപുലീകരണമായിട്ടുള്ളൊരു പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതി നടത്തിയ ക്ലീൻ പുന്നയൂർ പേരിന് മാത്രമാണ് നടന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒത്താശയോടെ അകലാട് ബദർപള്ളി ബീച്ചിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മറ്റു പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളിയിരുന്നുവെന്നും നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന തരത്തിൽ ഇവിടെ മാലിന്യം കൊണ്ടുവന്ന് തള്ളിയത് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അതുപോലെ തന്നെ ഇവർ 3.5 വർഷക്കാലമായി ക്ലീൻ പുന്നയൂർ എന്ന് പറയുന്നത് വളരെ വ്യാജമായുള്ള ഒരു നടപടിയാണ്. കാരണം എന്താ വെച്ചാൽ ഭദ്രപള്ളിയുടെ പടിഞ്ഞാറ് വശം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. മാലിന്യങ്ങൾ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നത് ഞങ്ങളെല്ലാവരും ഇവിടെ നമ്മുടെ പോയി സന്ദർശിച്ചവരാണ്. ഈ ക്ലീൻ പുന്നയൂർ എന്ന് പറഞ്ഞ് മറ്റുള്ള കടകളിൽ പോയി ഒരു പ്ലാസ്റ്റിക് എടുക്കുമ്പോഴും അതിന് ഫൈന് 10,000, 5,000 ഒക്കെ രൂപ ഫൈൻ അടക്കുന്ന ഈ ക്ലീൻ പുന്നയൂരിൻ്റെ ഈ സ്റ്റാഫുകൾ പോലും അറിയാതെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 65,000 കിലോ വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളുമാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സമ്മതത്തോടുകൂടി ഇവിടെ തള്ളുവാൻ ഇടം നൽകിയത്. പുതിയ ഭരണസമിതിയാണ് ഇവിടെ നിന്നും ഇത് നീക്കം ചെയ്യുവാനും പിഴ ഈടാക്കുവാനും നിർദ്ദേശം നൽകിയത്. പറയുന്നതൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്ന തരത്തിൽ പേരിന് മാത്രമായിരുന്നു ക്ലീൻ പുന്നയൂർ പദ്ധതി. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഭരണസമിതിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന സ്റ്റാഫുകൾ എല്ലാവരും അവിടെ വന്നു. ആ സ്റ്റാഫൊക്കെ കരയുകയാണ് ഉണ്ടായത്. കാരണം അത്രയും വേസ്റ്റൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ വന്നു കൂടുക എന്ന് പറയുമ്പോൾ ഇവിടെ ആ കോൺട്രാക്ടർ ഏറ്റെടുത്ത ആൾ വന്ന് പറഞ്ഞതും ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കഴിഞ്ഞ പ്രസിഡന്റിന്റെ ഒത്താശയോടുകൂടി ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം അത് പറഞ്ഞത്. ക്ലീൻ പുന്നയൂരാണെന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് ആരും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ജൂൺ 2 ഉത്തരാഖണ്ഡിൽ നടന്ന 5ാമത് കിയോ നാഷണൽ സബ് ജൂനിയർ ആൻഡ് ജൂനിയർ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഡ്രാഗൺ കരാട്ടെ ക്ലബ്ബ് താരങ്ങളെ ആദരിച്ചു. സെമ്പായിമാരായ സഹൻ സാലിഹ്, അമൻ ദർവേശ്, അക്മൽ ദർവേശ് എന്നിവരാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ഡ്രാഗൺ കരാട്ടെ ക്ലബ് ടീം ബ്ലാക്ക് ബെൽറ്റിന്റെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് നടത്തിയത്. കോച്ച് ഷിഹാൻ മുഹമ്മദ് സാലിഹിനെയും ചടങ്ങിൽ ആദരിച്ചു. വടക്കേകാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ PP ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്ത് മൊമന്റോ സമ്മാനിച്ചു. സെൻസായ് ഹുസൈൻ അടയൂർ അധ്യക്ഷത വഹിച്ചു. സെൻസായ് റിജിൽ സ്വാഗതവും സെൻസായ് ഷെദീന സാലിഹ് നന്ദിയും പറഞ്ഞു. ഇത് 3ാം തവണയാണ് ഷിഹാൻ മുഹമ്മദ് സാലിഹിന്റെ കീഴിലുള്ള ഡ്രാഗൺ കരാട്ടെ ക്ലബിൽ നിന്ന് ദേശീയ തലത്തിലുള്ള കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. സെൻസായ് ഷഫീഖ്, മിൻഹാജ്, നുഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ അഭ്യാസ പ്രകടനങ്ങളും ഉണ്ടായിരുന്നു. പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സംവാദം സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി എക്സൈസ് സർക്കിളിലെ സിവിൽ എക്സൈസ് ഓഫീസർ PA അഫ്സൽ സംവാദത്തിന് നേതൃത്വം നൽകി. ലഹരി ഉപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ചും ലഹരി വ്യാപനത്തിന്റെ വിവിധ മാർഗങ്ങളെക്കുറിച്ചുമായിരുന്നു ബോധവൽക്കരണം. സാമൂഹ്യ മാധ്യമങ്ങളും സിനിമകളും ലഹരി ഉപയോഗത്തെ സാമാന്യവൽക്കരിക്കുന്നുണ്ടോ? ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? വിദ്യാലയങ്ങൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൽ കൂടുതൽ ഫലപ്രദമായി ഇടപെടാൻ എന്തെല്ലാം ചെയ്യണം? ലഹരി ഉപയോഗം തടയുന്നതിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനുമുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ പ്രസക്തിയെ ഊന്നിപ്പറഞ്ഞ സംവാദത്തിൽ PTA പ്രസിഡന്റ് സുഹാസ് ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ VS ഹാഷിം, അധ്യാപകരായ SK പ്രിയ, MK മഞ്ജു തുടങ്ങിയവർ സംബന്ധിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക PK റംല സ്വാഗതവും MK സലീം നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 25 പവനോളം തൂക്കമുള്ള സ്വർണ്ണ കിരീടം വഴിപാടായി സമർപ്പിച്ചു. പ്രശസ്ത ഗൃഹോപകരണ സ്ഥാപനമായ നന്ദിലത്ത് ഗ്രൂപ്പ് ഉടമ ഗോപു നന്ദിലത്താണ്
കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടം ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. ഉച്ചപൂജയ്ക്ക് മുൻപായിരുന്നു സമർപ്പണ ചടങ്ങ്. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ക്ഷേത്രം ഊരാളൻ വല്ലേശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം DA M രാധ, ഗോപുനന്ദലത്തിന്റെ പത്നി ഷൈനി ഗോപു എന്നിവർ സംബന്ധിച്ചു. ക്ഷേത്രം സോപാനപ്പടിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടം ചാർത്തിയായിരുന്നു ഗുരുവായൂരപ്പന് ഇന്ന് ഉച്ചപൂജ നടത്തിയത്. 201 ഗ്രാം 370 മില്ലിഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ കിരീടത്തിന് 30 ലക്ഷം രൂപയോളം വില വരും. ഗുരുവായൂരപ്പ ഭക്തനായ ഗോപുനന്ദലത്ത് നേരത്തെ ഗുരുവായൂരപ്പന് 3 ആനകളെ സമർപ്പിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റും ലോകം കീഴടക്കിയ പുതിയ കാലത്ത് ആദ്യകാല വാർത്താവിനിമയ സംവിധാനമായ റേഡിയോകളുടെ സൂക്ഷിപ്പുകാരനായി ഒരാൾ. വെങ്കിടങ്ങ് സെന്ററിൽ ടെക്നിക്കൽ സ്റ്റുഡിയോ എന്ന സ്ഥാപനം നടത്തുന്ന അസീസിന്റെ ശേഖരത്തിലാണ് വിവിധയിനം റേഡിയോകൾ ഉള്ളത്. ഒരു കത്ത് ലഭിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാമെന്ന് കരുതി. അത് തന്നെ ആകാശവാണിക്ക് ഒരുപാട് സന്തോഷം അറിയിച്ചിട്ടുണ്ട്. എന്റെ ഈ കർപ്പൂരം എന്ന പദം തെരഞ്ഞെടുത്തതിന് സന്തോഷം. അപ്പൊ ഞാൻ പറ്റുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്. ജാനകത്തിലേക്ക് ഇപ്പൊ കുറെ നാളുകളായിട്ട് എടുക്കാറില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പഴയ ഇലക്ട്രോണിക് സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ഹോബിയാക്കി മാറ്റിയ വ്യക്തിത്വമാണ് അസീസ്. റേഡിയോയുടെ പ്രാധാന്യം കുറഞ്ഞുവരുന്ന ഇക്കാലത്ത് അസീസിന്റെ ഹോബിയെ പലരും കളിയാക്കുന്നത് പതിവാണ്. ഈ ആക്രിസാധനങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. അപ്പോഴെല്ലാം അസീസ് നോബുകൾ പതുക്കെ തിരിച്ച റേഡിയോകളുടെ ശബ്ദമുയർത്തും. വെണ്ണ, നെയ്യ്, പാല് ഇതൊക്കെ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ സ്റ്റേഷനുകൾ മാറുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലും സംഗീതമായി അനുഭവിച്ചറിയുന്ന അസീസ് ഇതൊന്നും ആക്രിയല്ല, തന്റെ ഹോബിയാണെന്ന മറുപടിയാണ് ചിരിച്ചുകൊണ്ട് നാട്ടുകാർക്ക് നൽകുന്നത്. 100-ലധികം പഴയ റേഡിയോകളാണ് അസീസിന്റെ ശേഖരത്തിലുള്ളത്. 1970 മുതൽ 2026 വരെയുള്ള റേഡിയോ ഇവയിലുണ്ട്. പല സിനിമകളിലേക്കും അസീസിന്റെ റേഡിയോ തേടി ആവശ്യക്കാർ എത്താറുണ്ട്. എനിക്ക് ഈ പാട്ടുകളോട് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ടേപ്പ് റെക്കോർഡുകൾ, പഴയ ഡക്ക്, അതുപോലെ തന്നെ ഓഡിയോ കാസറ്റുകൾ, CD-കൾ, അതിൻ്റെയൊക്കെ ഒരുപാട് ശേഖരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അത് കളക്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഹോബിയാണ്. അത് എനിക്ക് വളരെ ഇഷ്ടമാണ്. നമ്മളുടെ കാലഘട്ടത്തിലത്തെ 80-90 കാലഘട്ടത്തിലൊക്കെ പാട്ടുകൾ തന്നെ നമുക്കറിയാലോ. ഏത് പടം ഇറങ്ങിയാലും അതിലെ പാട്ടുകളൊക്കെ ഹിറ്റായിരിക്കും. അത് വാങ്ങാൻ നമ്മളിങ്ങനെ തയ്യാറായിട്ടിരിക്കും. ആ ഒരു കാലഘട്ടം അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റലിലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ ഒരുപാട് ശേഖരങ്ങൾ ഇങ്ങനെ ഉണ്ട് എൻ്റെ കയ്യിൽ. പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ ആളുകൾ പഴയ റേഡിയോയും പഴയ VCR, ഡെക്സെറ്റ്, ഗ്രാമഫോൺ തുടങ്ങി പഴമയുടെ ഗൃഹാതുരത്വമുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ അസീസിന് സമ്മാനിക്കാറുണ്ട്. പലരും ഉപേക്ഷിച്ചതാണെങ്കിലും ഓരോ റേഡിയോകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും നിധി പോലെയാണ് അസീസ് സൂക്ഷിക്കുന്നത്. ദളിത് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി 85ാം അനുസ്മരണ ദിന സമ്മേളനം കുന്നംകുളത്ത് നടന്നു. സംഘടനാ ചെയർമാൻ TK ബാബു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി NR രാമദാസ് അധ്യക്ഷനായി. KK സുധീർ, MV ശിവാനന്ദൻ, PK ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ലോകകപ്പ് ആഘോഷങ്ങൾ നാടെങ്ങും കത്തിപ്പടരുമ്പോൾ മണലി അർജന്റീന ഫാൻസും ആവേശം തീർത്ത രംഗത്ത്. മണലി സെന്ററിൽ മെസ്സിയുടെ ലൈറ്റ് ബോർഡും സ്ഥാപിച്ച് സമീപം 72 അടിയുടെ കൂറ്റൻ ഫ്ലെക്സും സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ നേടിയ വിജയത്തെ തുടർന്ന് പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും അർജന്റീന ആരാധകർ ആഘോഷമാക്കി. ചൂണ്ടൽ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഫ്ലെക്സാണ് മണലിയിൽ ഒരുക്കിയത് എന്ന് അർജന്റീന ഫാൻസ് ഭാരവാഹികൾ പറഞ്ഞു. തപസ്യ കലാസാഹിത്യവേദി കുന്നംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 19 വായനാ ദിനത്തിന്റെ ഭാഗമായി ജൂൺ 20 ശനിയാഴ്ച കുന്നംകുളം ലൈബ്രറി ഹാളിൽ വായനാ മത്സരം സംഘടിപ്പിക്കുന്നു. 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. വായിക്കാനുള്ള കഥകൾ സംഘാടകർ നൽകും. വിജയികളായ 1, 2, 3 സ്ഥാനക്കാർക്ക് സമ്മാനങ്ങളും പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. രജിസ്ട്രേഷനായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 97 47 22 73 26, മറ്റൊരു നമ്പർ 95 26 55 83 88. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും നടന്നു.
പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദന സദസ്സും 7 സർക്കാർ സ്കൂളുകൾക്ക് സ്കൂൾ കിറ്റും ആശാപ്രവർത്തകർക്കും ഹരിതകർമ്മസേനാ പ്രവർത്തകർക്കും മഴക്കാല ഉപഹാരമായി കുടകളും നൽകി. അംബേദ്കർ ഹാളിൽ നിരൂപം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തൃത്താല MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. കേരള ആരോഗ്യ സർവകലാശാല ബിരുദാനന്തര ബിരുദത്തിൽ 1ാം റാങ്ക് നേടിയ ചാലിശ്ശേരി കവുക്കോട് സ്വദേശി ഡോക്ടർ പി ശരണ്യയെ MLA പൊന്നാടയണിയിച്ച് മൊമന്റോ നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ആനി വിനു, സിജി സാബു, സവിത അജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, അഖില ജീവൻ, സൌമ്യ ഹരീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലളിത സുന്ദരൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K ബാബുനാസർ, വിദ്യാഭ്യാസ നിർവഹണ ഉദ്യോഗസ്ഥൻ E ബാലകൃഷ്ണൻ, SBI ചാലിശ്ശേരി ബ്രാഞ്ച് മാനേജർ സുജിത് മാധവദാസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു സ്വാഗതവും പ്ലാൻ ഫെസിലിറ്റേറ്റർ ഷഹന അലി നന്ദിയും പറഞ്ഞു. യോഗാ ദിനമായ ഈ മാസം 21-ന് ആധ്യാത്മിക പ്രസ്ഥാനമായ ലയൺ മയൂര റോയൽ കിങ്ഡത്തിന് പൈതൃകം ഗുരുവായൂർ യോഗാ ദിന പുരസ്കാരം നൽകി ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. 21-ന് വൈകിട്ട് 4 മണിക്ക് പെരുന്തട്ട ക്ഷേത്രത്തിലെ നാഗഹാര ഓഡിറ്റോറിയത്തിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും. LMRK സ്ഥാപകൻ രജിത് കുമാറിനെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് രജിത് കുമാർ നയിക്കുന്ന മുരുക പൂജയും ലൈറ്റ് ബോഡി ആക്ടിവേഷൻ മെഡിറ്റേഷനും ഉണ്ടാകും. ജ്യോതിദാസ് ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ 101 പേരുടെ സോപാന സംഗീതത്തോടുകൂടിയാണ് ചടങ്ങ് ആരംഭിക്കുക. പെരുന്തട്ട ക്ഷേത്രത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ക്ഷേത്ര പരിപാലന സമിതിയെ ആദരിക്കും. പൈതൃകം ഭാരവാഹികളായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഡോക്ടർ KB പ്രഭാകരൻ, ജയൻ മേനോൻ, ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പന്നിത്തടം ചെറുമനങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഹിജറ പുതുവത്സരം ആഘോഷിച്ചു. ജനറൽ സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, മാനേജർ RM ബഷീർ, പ്രിൻസിപ്പൽ സുബൈദ ബീവി, വൈസ് പ്രിൻസിപ്പൽ രാജി പ്രകാശ്, ഇസ്ലാമിക് ഹെഡ് ജുനൈദ് ഫാളിലി എന്നിവർ സംസാരിച്ചു. അറബിക് കലണ്ടറിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന വിധത്തിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,850 രൂപ, സ്വർണം പവന് 1,10,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചർമ്മം പഴഞ്ഞി പട്ടിത്തടം പേങ്ങാട്ടയിൽ കുഞ്ഞുമോന്റെ ഭാര്യ സുലൈഖ നിര്യാതയായി. 67 വയസ്സായിരുന്നു. കബറടക്കം നടത്തി. നസിയ, ഫൗസിയ, ജസിയ, നിയാസ് എന്നിവർ മക്കളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ചെറായി ചുള്ളിയിൽ ശേഖരൻ കോഴിക്കോട് നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നടന്നു. പ്രകാശിനി ഭാര്യയും രമ്യ, രാകേഷ്, ഐശ്വര്യ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ചൊവ്വന്നൂർ വൃന്ദാവൻ സ്ട്രീറ്റിൽ മൂലേക്കാട്ടിൽ സുന്ദരൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവർമഠത്തിൽ നടന്നു. വിജയകുമാരി ഭാര്യയും ബിനു, ബിന്ദു എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സ്വകാര്യ മേഖലയിലേതുപോലെ മികച്ച സൗകര്യങ്ങൾ ഒരുക്കി സർക്കാർ ആശുപത്രികളെയും മികവിന്റെ കേന്ദ്രങ്ങളാക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേരുന്ന രോഗികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുവാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ലബീബ് ഹസന്റെ നേതൃത്വത്തിൽ മന്ത്രിക്ക് നിവേദനം നൽകി. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരദാനം ജൂൺ 20 ശനിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങ് സംസ്ഥാന യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ കാർ ബൈക്കിലിടിച്ച് പരിക്കേറ്റ യുവാവ് മരിച്ചു. ആദൂർ കാരേങ്ങിൽ 24 വയസ്സുള്ള മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. ഹാഷിമിന്റെ ഭാര്യ എരുമപ്പെട്ടി സ്വദേശി 20 വയസ്സുള്ള സിയ മൈമുന ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ. വേലൂരിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി ഗൃഹനാഥനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണവും പണവും കവർന്ന കേസിൽ 3 യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കവർച്ച നടന്നത് വേലൂർ ചിറ്റാടൻ ജിജുവിന്റെ വീട്ടിൽ.
ദുരന്തം വെളിപ്പാടകലെ ചാവക്കാട് 10 ലക്ഷം ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിൽ. ഉദ്യോഗസ്ഥാനാസ്ഥയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. അതീവ അപകടാവസ്ഥയിലുള്ളത് കോൺക്രീറ്റ് ബീമുകൾ ദ്രവിച്ച് അടർന്നു പോയ ജല അതോറിറ്റിയുടെ 10 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള കൂറ്റൻ വാട്ടർ ടാങ്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.